ശ്രീ സമ്പത്ത് നോക്കൂ, ഇപ്പൊ നാളെ നരേന്ദ്രമോദി വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് വരികയാണ്. നേരത്തെ തൃശ്ശൂരിൽ വന്നു, എറണാകുളത്ത് വന്ന് റോഡ് ഷോ നടത്തി, തൃശ്ശൂർ വന്ന് റോഡ് ഷോ നടത്തി, നാരി ശക്തി സമ്മേളനം നടത്തി, ഒക്കെ ചെയ്തു. കേരളത്തിൽ ഇത്തവണ നരേന്ദ്രമോദിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ രണ്ടു കൂട്ടരും വോട്ട് ചോദിക്കുന്നത് മോഡിയെ നേരിടാൻ ഞങ്ങളാണ് ബെറ്റർ എന്നുള്ള ആ നറേറ്റീവിലാണോ? അഭിലാഷ, ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ശിവശങ്കർ പറഞ്ഞ കാര്യത്തോട് ഞാൻ ബഹുമാനപൂർവ്വം ഒരു കാര്യത്തിൽ വിയോജിച്ചുകൊണ്ടൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ കോവിഡ് വാക്സിനേഷൻ കഴിഞ്ഞ് സാക്ഷ്യപത്രം കൊടുത്തതിൽ അവരുടെ ചിത്രത്തിന് പകരം ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ചിത്രം അടിച്ചതിനെ കുറിച്ച് ഇനി നമുക്ക് കറൻസി നോട്ടുകളിലും വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അല്ല ഈ കഴിഞ്ഞ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങൾ ഈ കിറ്റ് കൊടുത്തുകൊണ്ട് ആണ് വോട്ട് പിടിച്ചത് എന്ന് പറഞ്ഞുവല്ലോ. UDFൻ്റെ വക്താക്കളും, ഞാൻ നൗഷാദ് അലിയെ പറഞ്ഞല്ല കേട്ടോ, പിന്നെ BJPയുടെ വക്താക്കളും ശ്രീ ശിവശങ്കറിനെ പറഞ്ഞതുമല്ല. അത് നിങ്ങൾ കിറ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ അത്തരത്തിൽ വോട്ട് ജനങ്ങളിൽ നിന്ന് അത്തരത്തിൽ ലഭിച്ചത്. ആ കിറ്റിന് അല്ല, ഞാൻ പറഞ്ഞോട്ടെ ശിവശങ്കറെ, നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ. ഏത് റേഷൻ കടയിൽ നിന്ന് കൊടുത്ത കിറ്റിലാണ് ശിവശങ്കറിന്റെ വീട്ടിലോ ചെക്കുട്ടി സാറിന്റെ വീട്ടിലോ നൗഷാദ് അലിയുടെ വീട്ടിലോ അല്ല അഭിലാഷിന്റെ വീട്ടിലോ സമ്പത്തിന്റെ വീട്ടിലോ ഈ മാതൃഭൂമിയുടെ ഇന്ന് നമ്മുടെ ഈ ഡിസ്കഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ വീട്ടിലോ ആ സഞ്ചി കാണുമല്ലോ. അവിടെ ഏതിലെങ്കിലും സഖാവ് പിണറായി വിജയന്റെ പടം അച്ചടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇത് പിണറായി വിജയന്റെ സർക്കാർ തന്നാണ് എന്ന് പറഞ്ഞ് അച്ചടിച്ചു. നിങ്ങളുടെ നേതാക്കളാണല്ലോ പറഞ്ഞത് ഇത് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് അയച്ചതാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പണത്തിലാണ്, അവിടെ നിന്ന് തന്ന അരിയാണ് എന്നടക്കം പറഞ്ഞിട്ട് അത് പറഞ്ഞതാരായിരുന്നു? BJP പ്രവർത്തകരല്ലേ പറഞ്ഞിരുന്നത്? തീരുന്നില്ലല്ലോ. ലൈഫ് മിഷനിൽ വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 ലക്ഷം രൂപ അത്തരത്തിൽ ഈ കേരളത്തിലെ സർക്കാർ കൊടുത്താൽ 72,000 രൂപ യൂണിയൻ ഗവൺമെന്റാണ് തരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ബ്രാൻഡിങ് നടത്തണം എന്ന് പറയുകയാണ്. ആ ബ്രാൻഡിങ് നടത്തണം. നമ്മൾ പലപ്പോഴും പലരുടെ വീടുകളിലെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിന്റെ അനുസരിച്ചുള്ള പടങ്ങൾ ഉണ്ടാകാം, ദേവതകളുടെ ചിത്രങ്ങൾ ഉണ്ടാവാം, ഈ വീടിന്റെ ഐശ്വര്യം ഇന്നാര് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവാം. അവിടെ അത്തരത്തിൽ ബ്രാൻഡിങ്, ഞാൻ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് ചില ആളുകളൊക്കെ വന്ന് നമ്മുടെ നാട്ടിലെ ഈ ട്രാഫിക് സിഗ്നലുകളുടെ മുമ്പിൽ കൊച്ചു കുട്ടികളെ മാറത്തടക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇരക്കാൻ വരുന്നത് പോലെ ഞാനിങ്ങനെ ഇരന്ന് നേടിയതാണ് എന്നുള്ള നിലയിലേക്ക് അവരെയെല്ലാം അപഹസിക്കുന്ന നിലയിലേക്ക് എന്തിനാണ് ഇത്രമാത്രം ഒരു ഒരു വല്ലാത്തൊരു ഒരു സ്റ്റിഗ്മ ലൈഫിന്റെ പേര് എഴുതി വെച്ചിട്ടില്ലേ സമ്പത്ജി? അല്ല, ലൈഫിന്റെ കേരള ഗവൺമെന്റിന്റെ എഴുതി വെച്ചിട്ടില്ല. ഞാനൊരു 5 ഫോട്ടോ അയച്ചു. നിങ്ങൾ 5 ഫോട്ടോ അയച്ചു തരണതിന്റെ മാത്രമാക്കണ്ട. ലക്ഷക്കണക്കിന് ആളുകൾ ഫ്ളാറ്റുകളിലും അതുപോലെ വീടുകളിലും താമസിക്കുന്നവര് ലക്ഷക്കണക്കിന് ഫോട്ടോ ഉണ്ട്, എല്ലാം അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല, അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ഞാനത് സ്വീകരിക്കാം. നിങ്ങൾ 4 ലക്ഷം രൂപ ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി റേഷൻ കാർഡുകളിലെല്ലാം ആരുടെ പടമാണ് അടിക്കേണ്ടത്? അവിടുത്തെ ഗൃഹനായികയുടെ പടമാണോ അടിക്കേണ്ടത്, അല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ പടമാണോ അടിക്കേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞതാ ഇത്തരം കാര്യത്തിൽ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പറയുന്നത് മോദി വേഴ്സസ് അതേഴ്സ് എന്നുള്ള നിലയിൽ അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കാര്യത്തിൽ ഒരു നേതാവിനെ നിങ്ങൾ എടുത്ത് കാണിക്കുന്നു, ശരി, അങ്ങനെ ഇതൊരു മോണോലിത്തായി ഏകശിലയിൽ വാർത്തതാണ് എന്നുള്ളതിൽ ഓർമ്മയുണ്ടല്ലോ. 1977 മിസസ് ഗാന്ധിയും മറ്റുള്ളത് അപ്പുറത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? 1989 തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് ശ്രീ രാജീവ് ഗാന്ധി നിൽക്കുമ്പോൾ മറുഭാഗത്ത് അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരാളിനെ ഉയർത്തി കാണിക്കാനായി ഉണ്ടായിരുന്നോ? അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒന്നും എടുത്തു കാണിക്കാൻ ഇല്ലാതിരുന്ന ആളുകളൊക്കെ തന്നെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരായി വന്നല്ലോ. അങ്ങനെ പ്രധാനമന്ത്രിമാരായി വന്നവർ കാലാവധി തികച്ചു ഭരിക്കാതിരിക്കുക. കാലാവധി തികച്ച് ഭരിക്കാതെ പോയിട്ടുള്ളതിനകത്ത് ശ്രീ വാജ്പേയി അടക്കമുണ്ട് എന്ന കാര്യം മറന്നു പോകണ്ട. ഇന്ത്യ അങ്ങനെ കടലിലൊന്നും ഒഴുകി പോയിട്ടില്ല. ഇവിടെ ഈ മറുഭാഗത്ത് ഇന്ത്യയുടെ ഭരണഘടനയിലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലോ അല്ല റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലോ ഒരിടത്തും പറയുന്നില്ല നിങ്ങളൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ എടുത്തു കാണിക്കണമെന്ന്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പല്ല നമ്മൾ നടത്തുന്നത്. ഇവിടെ ഇന്ത്യയിലെ ലോക്സഭയിലേക്ക് ഹൗസ് ഓഫ് ദ പീപ്പിളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്.